ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് വെയ്റ്റഡ് ആവറേജ് പ്രൈസ് മെത്തേഡിൽ എങ്ങനെ പ്രോബ്ലം ചെയ്യാന്നുള്ളതാണ്. സ്റ്റോഴ്സ് ലെഡ്ജർ വെയ്റ്റഡ് ആവറേജ് പ്രൈസ് മെത്തേഡ്. ഇത് സിമ്പിൾ ആവറേജ് പ്രൈസ് മെത്തേഡിന്റെ അതേപോലെ തന്നെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. പക്ഷെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള വ്യത്യാസമാണ് ഇതിലുള്ളത്. അത് നമുക്കൊന്ന് നോക്കി നോക്കാം. അല്ലെങ്കിൽ മാർച്ചിൽ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്. മാർച്ച് 2-ാം തീയതി ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് 200 ടൺ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 50 രൂപയാണ് ഒരു ടണ്ണിന് പറയുന്നത്. അപ്പൊ ക്വാണ്ടിറ്റി കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യുക വരിക, ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 2, എന്ത് ചെയ്യുക 2-3 ഏതെങ്കിലും 2021 തന്നെ ഇടാം. 2021 ഡേറ്റ് ഇടുന്നു. നേരെ ക്വാണ്ടിറ്റി കോളത്തിലേക്ക് പോകുന്നു. എത്രയാണ് ക്വാണ്ടിറ്റി? 200 ക്വാണ്ടിറ്റി ആണ് ഉള്ളതെന്ന് പറഞ്ഞു. 200 × 50 നമ്മൾ ഗുണിക്കുക. 200 × 50 എന്ന് പറയുന്നത് 10,000 രൂപയാണ്. നേരെ 10,000 കാണും. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇഷ്യൂഡ് 120 ടൺ, അഥവാ എന്ത് ചെയ്യും 120 ടൺ എന്ത് ചെയ്യുന്നു ഇഷ്യൂ ചെയ്യാൻ പറയുന്നു. 3-ാം തീയതി നമ്മളോട് 120 ടൺ ഇഷ്യൂ ചെയ്യാൻ പറയുമ്പോൾ നേരെ ക്വാണ്ടിറ്റി കോളത്തിലേക്ക് വരും. എന്നിട്ട് എത്ര ടൺ ആണോ ഇഷ്യൂ ചെയ്യാൻ പറയുന്നത് അത് എഴുതാം. റേറ്റ് നമുക്ക് തരാത്തത് കൊണ്ട് തന്നെ റേറ്റ് വെയ്റ്റഡ് ആവറേജ് പ്രൈസ് മെത്തേഡിൽ റേറ്റ് കാണാൻ ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. എത്രയാണോ നമ്മുടെ തൊട്ടു മുന്നത്തെ ബാലൻസിന്റെ എമൗണ്ട് എന്ന് നോക്കുക. അപ്പൊ എത്ര? 10,000 ആണല്ലോ. അപ്പൊ 10,000 നമ്മൾ എഴുതാം. 10,000 ഡിവൈഡഡ് ബൈ ഹരിക്കണം 200, അഥവാ എത്രയാണോ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നത് അത്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്തെ നമ്മൾ ആവറേജിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണ് എല്ലാം എന്ന് പറയാ, ഇഷ്യൂ പ്രൈസ് റെസിപ്റ്റിന്റെ റേറ്റ് ഡിവൈഡഡ് ബൈ റേറ്റ് എത്ര ഉണ്ടോ അത് ഡിവൈഡ് ബൈ 2 ആണ്. 2 ആണെങ്കിൽ 3 ആണെങ്കിൽ 3 അങ്ങനെയാണ്. പക്ഷെ വെയ്റ്റഡിൽ എന്ന് പറയാം ബാലൻസ് കോളത്തിൽ എമൗണ്ട് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 50 കിട്ടുന്നു. ആ 50 എന്ത് ചെയ്യുക? ഈ 120 യൂണിറ്റ് വെച്ചുകൊണ്ട് ഗുണിക്കുക. അപ്പോൾ 120 × 50 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6,000 കിട്ടും. ദെൻ ആസ് യൂഷ്വൽ 200-ൽ നിന്ന് 120 പോയി. അപ്പൊ നമുക്ക് എന്താണ് ബാലൻസ്? 80 ആണ് വരിക. 10,000-ൽ നിന്ന് 6,000, അപ്പൊ ബാലൻസ് എത്ര വരിക? 4,000 ആണ് വരിക. ഇതാണ് നമ്മൾ നോക്കേണ്ട കാര്യം. ഇനി നേരെ നമ്മൾ എവിടേക്ക് വരുന്നു? പർച്ചേസ് ചെയ്യാൻ പറയുന്നു. 4-ാം തീയതി നമുക്ക് 4/3 നമ്മൾ എന്ത് ചെയ്യുന്നു? പർച്ചേസ് ചെയ്യുന്നു. സാധാരണ പോലെ തന്നെ 240 യൂണിറ്റ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. 50 പൈസയാണ് റേറ്റ് എന്ന് പറയുന്നത്. ഗുണിച്ചു കഴിഞ്ഞാൽ 12,120 രൂപ നമുക്ക് കിട്ടും. നേരെ എവിടേക്ക് പോകുന്നു? ബാലൻസ് കോളത്തിലേക്ക് പോകുന്നു. 80 യൂണിറ്റ് ആണ് മുകളിലുള്ളത്. 240 നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര കിട്ടും? 320 യൂണിറ്റ് കിട്ടും. 12,000 കൂട്ടിക്കഴിഞ്ഞാൽ 16,120 കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ നോക്കാം. അടുത്ത 5-ാം തീയതി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 5-ാം തീയതി സ്റ്റോക്ക് വെരിഫിക്കേഷൻ നിങ്ങൾ നോക്കണം. ഇഷ്യൂഡ് 100 ടൺ ആണ്. 100 ടണ്ണ് ഇഷ്യൂ ചെയ്യുന്നു. പക്ഷെ അതേ ദിവസം തന്നെ ലോസ് ഓഫ് 2 ടൺസ് എന്ന് പറയുന്നുണ്ട്. 2 ടണ്ണിന്റെ ലോസ് അവിടെ കാണിക്കുന്നുണ്ട്. ലോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നതാണ്, ഇഷ്യൂ കോളത്തിലാണ് കാണിക്കേണ്ടതെന്ന് പറഞ്ഞു. സോ നേരത്തെ നമ്മൾ ഫിഫോയിലും ലിഫോയിലും ചെയ്യുമ്പോൾ ലോസ് കാണിക്കുമ്പോൾ പ്രൈസും കൂടി നമ്മൾ എടുത്തിരുന്നു. അതിൽ നിന്ന് ഇതിന്റെ വ്യത്യാസം നിങ്ങളൊന്ന് നോക്കി നോക്കുക. ലോസ് കാണിക്കാൻ നേരെ എവിടേക്ക് പോവാ? ക്വാണ്ടിറ്റി കോളത്തിലേക്ക്. എത്രയാണോ നമ്മുടെ ലോസ് അത് മാത്രം കാണിക്കുക. ലോസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ 2 യൂണിറ്റ് ലോസ് കാണിക്കുക. റേറ്റ് കാണേണ്ട ആവശ്യമില്ല, എമൗണ്ട് കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് റേറ്റും അറിയില്ല. റേറ്റ് അറിയാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എമൗണ്ട് കാണിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ക്വാണ്ടിറ്റി കോളത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. 320-ൽ നിന്ന് ലോസ് കാണിച്ചാൽ ബാലൻസ് എത്ര വരുന്നു? 318 വരുന്നു. എങ്ങനെയാ 318 വന്നത്? 320-ൽ നിന്ന് 2 യൂണിറ്റ് ലോസ് ഉണ്ടായിരുന്നു. 2 ടണ്ണിന്റെ ലോസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ 318 കാണിക്കുക. റേറ്റ് സെയിം റേറ്റ് തന്നെ കാണിക്കുക, 16,120. അപ്പൊ ക്വാണ്ടിറ്റി കോളത്തിൽ മാത്രം വ്യത്യാസം വരുന്നു, അല്ലാതെ വേറെ ഒരു വ്യത്യാസം. ദെൻ 5-ാം തീയതി ആസ് യൂഷ്വൽ നമ്മൾ ചെയ്ത പോലെ തന്നെ 5/3 എന്ത് സംഭവിക്കുന്നു? 100 യൂണിറ്റ് നമ്മളോട് ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ 100 യൂണിറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്യുക. എങ്ങനെയാണ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തൊട്ട് മുന്നത്തെ പ്രൈസ് 16,120 ഹരിക്കണം എത്ര?
318. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. 300 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 50 രൂപ 69 പൈസ ആയിരിക്കും കിട്ടുക. അതായിട്ട് ഗുണിച്ചു നോക്കുക. ഗുണിച്ചു നോക്കിക്കഴിഞ്ഞാൽ 5069 രൂപ കിട്ടും. 5069 100 യൂണിറ്റ് ഇൻറ്റു 50 രൂപ 69 പൈസ ഗുണിച്ചാൽ ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാലൻസ് കോളത്തിലേക്ക് വരുമ്പോൾ 318 നിന്ന് 100 യൂണിറ്റ് ഇഷ്യൂ ചെയ്തു. അപ്പോൾ ബാക്കി എത്ര വരും? 218 വരും. ദെൻ 16,120 നിന്ന് 5,069 രൂപ നമ്മൾ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. സോ ബാലൻസ് 11,051 രൂപ വരും. ഇനി എന്താണ് പറയുന്നത്? റിസീവ്ഡ് ബാക്ക് ഫ്രം ഓർഡർ ഫ്രം കംപ്ലീറ്റ് ഓർഡർ 4010. പ്രീവിയസ്ലി ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 50 രൂപ 25 പൈസക്ക് ഇഷ്യൂ ചെയ്ത ആ സംഭവം എന്ത് ചെയ്തു? തിരിച്ചു വന്നിട്ടുണ്ട്. തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. നമ്മൾ എവിടെ കാണിക്കുക? റെസിപ്റ്റ് കോളത്തിലാണ് കാണിക്കേണ്ടത്. 6-ാം തീയതി 6 മാസം 3 എന്ത് ചെയ്യുന്നു? 40 ടൺ എന്ത് ചെയ്തു വന്നിട്ടുണ്ട്. ഈ പ്രൈസ് അതിൽ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എത്ര രൂപയാണ്? 50 രൂപ 25 പൈസയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 50 രൂപ 25 പൈസയായിട്ട് ഗുണിക്കുക. അപ്പൊ എത്ര കിട്ടും? 2010 രൂപ നിങ്ങൾക്ക് കിട്ടും. ദെൻ നേരത്തെ ചെയ്ത പോലെ ബാലൻസ് കോളത്തിലേക്ക് 218 കൊണ്ട് 40 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നു? 258 കിട്ടുന്നു. 58 കിട്ടിക്കഴിഞ്ഞാൽ 13,061 കിട്ടുന്നു. മീൻസ് 13,061 ആണ് എമൗണ്ട് ആയിട്ട് വരിക. എത്ര? നിങ്ങൾ എന്താ പറയാ 11,051 2010 രൂപ കൂട്ടി. ഇനി ലാസ്റ്റ് വൺ 7-ാം തീയതി നമ്മളോട് എന്ത് പറയുന്നു? 7-ാം തീയതി നമ്മളോട് ഇഷ്യൂ ചെയ്യാൻ പറയുന്നു. എത്ര യൂണിറ്റ് ആണ്? 160 യൂണിറ്റ് ഇഷ്യൂ ചെയ്യാൻ പറയുന്നു. അപ്പൊ 160 യൂണിറ്റ് കാണിക്കുന്നു. ക്വാണ്ടിറ്റി കോളത്തിൽ 160 കാണിക്കുന്നു. ദെൻ പ്രൈസ് കാണിക്കുമ്പോൾ എങ്ങനെയാണ്? 13,061 ഹരിക്കണം 258 രൂപ. സോ നമുക്ക് എത്ര എമൗണ്ട് കിട്ടും? 50 രൂപ 62 പൈസ. റൗണ്ട് ചെയ്തെടുത്താൽ മതി. 50 രൂപ 62 പൈസ കിട്ടും. 160 ഗുണിച്ചാൽ എത്ര കിട്ടുന്നു? 80 രൂപ 90 പൈസ കിട്ടും. ദെൻ 258 നിന്ന് 160 പോയാൽ നമുക്ക് എത്ര കിട്ടുന്നു? 98 രൂപ കിട്ടുന്നു. 13,061 നിന്ന് 8,099 രൂപ പോയാൽ 49,62 കിട്ടും. സോ ദിസ് ഈസ് കോൾഡ് വെയ്റ്റഡ് മെത്തേഡ്. വെയിറ്റിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. വെയിറ്റ് എന്ന് വെച്ചാൽ എമൗണ്ട് ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി, ദാറ്റ് ഈസ് ഇക്വൽ ടു വെയിറ്റ്. നേരത്തെ നമ്മളെ പ്രോബ്ലത്തിൽ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തൊന്ന് ഇതിലേക്ക് പോകുന്നു. നേരെ നോക്കി നോക്കുക. റേറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത്? ഇഷ്യൂവിന്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തത് തൊട്ട് മുന്നത്തെ സ്റ്റോക്ക് എത്രയുണ്ടോ ആ റേറ്റ് കൂട്ടിയതിന് ശേഷം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ചെയ്തത്. പക്ഷെ ഈ പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ വെയിറ്റഡ് നമ്മൾ എത്രയാണ് ക്വാണ്ടിറ്റി എമൗണ്ട് ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ മനസ്സിലായിട്ടുള്ള വിശ്വസിക്കുകയാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവർക്കും നല്ല ദിവസം. താങ്ക് യു സോ മച്ച്.